ജോർജ് കുട്ടി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കും അറിയില്ലെന്ന്. എല്ലാവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് യു അതെനിക്കറിയില്ല. ഇതൊരു നല്ല സിനിമയാണ്, ആ കോൺഫിഡൻസ് എനിക്ക്. മലയാളി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കാണുന്നത് ക്ലബ്ബുകളുടെ 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്. അതെ. അപ്പോൾ ആ സങ്കല്പത്തിന് ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടായി എന്ന് അറിയുന്നതും അത് ദൃശ്യം എന്ന ചിത്രത്തിലൂടെയാണെന്ന് പറയുമ്പോൾ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. ദൃശ്യം 1 ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. ബ്ലണ്ടർ അവിടെ എൻ്റെ കുഞ്ഞിന് ജസ്റ്റിസ് വേണം, എൻ്റെ മോനെ കൊന്നു കളയണമായിരുന്നോ അല്ലെങ്കിൽ എവിടെയെന്ന് അറിയാൻ ആ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്കിങ്ങനെ കാണുമ്പോൾ ലാലേട്ടനൊന്നും ചെയ്യില്ല എന്ന് പോലെ തോന്നും, പക്ഷെ മോണിറ്ററിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ എപ്പോൾ ഇതൊക്കെ ചെയ്തു. റാണിക്ക് വളരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ഈ സിനിമ ആ വീട് പോലും അയാളൊരു ഒന്നും മാറ്റിയിട്ടില്ല. ഒരു പെയിന്റ് ചെയ്യാനെന്നും പറഞ്ഞ കാര്യം എപ്പോൾ വേണേലും അകത്ത് പോകാറ്. ബാറ്ററി ഷൂട്ട് ചെയ്ത് തീരുന്നതിന് മുമ്പ് എന്നോട് 3-ാം ഭാഗത്തിന്റെ കാര്യം പറഞ്ഞോണ്ടു, 4-ാം ഭാഗത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഞാൻ പിന്നെ ആദ്യം ഇതൊന്നും റിലീസ് ചെയ്തിട്ടത്. രാത്രി എല്ലാ ദിവസവും ഗീതാ പ്രഭാകരന്റെ സ്വപ്നം കണ്ട് പേടിച്ച് കിടന്നുറങ്ങുന്ന നാളാണ്. അല്ലേ, എന്ത് വേണേലും സംഭവിക്കാമല്ലോ. ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ അവരൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അത് ചെയ്യണം, കഥയിൽ ഒരു സന്ദർഭമായിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ട് ഞാൻ ആ കാര്യം അങ്ങ് ചെയ്തു. തമിഴായാലും തെലുങ്കായാലും കന്നഡ ആയാലും ഹിന്ദിയിലും എല്ലാവർക്കും ദൃശ്യം അറിയാം. അപ്പോൾ ദൃശ്യം 3 എന്നാണ് വരുന്നതെന്ന് പറയുന്നത് പെട്ടെന്ന് അവർ ഓർക്കുക അത് മോഹൻലാലിൻ്റെ പിറന്നാളിനല്ലേ. പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് നമ്മുടെ നഗരങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ടൊരു പോസ്റ്റർ വന്നു. പച്ചിലച്ചാർത്തിനിടയിലൂടെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം ആ പോസ്റ്ററിലൂടെ പ്രേക്ഷകർ നോക്കി. അന്ന് ജോർജ് കുട്ടി എന്ന ഫാമിലിമാനെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറിയ പ്രേക്ഷകരെല്ലാവരും കിളി പറഞ്ഞിട്ടാണ് അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തെ നമ്മൾ മാറ്റിക്കുറിച്ച ചിത്രങ്ങളിലൊന്ന് ദൃശ്യത്തിൻ്റെ അണിയറ പ്രവർത്തകരുണ്ട്, ദൃശ്യത്തിൻ്റെ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരിക്കൽ കൂടി എന്ന് പറയുമ്പോൾ 3-ാം വട്ടം നമ്മൾ വീണ്ടും വരികയാണ്. നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു 4-ാം ക്ലാസ്സുകാരൻ്റെ 3-ാം വരവ്. ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് ഈ ജോർജ് കുട്ടിയെ ലാലേട്ടന് കിട്ടുന്നൊരു മൊമെൻ്റ് ഒന്ന് ഓർത്തെടുക്കാമോ? ജോർജ് കുട്ടി ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. അയാൾ അങ്ങനത്തെ ഒരാളാണ്. ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആൻ്റണി എന്നോട് വന്ന് പറഞ്ഞു, പിന്നെ ജിത്തു അങ്ങനെ എന്നോട് വന്ന ഒരു കഥ പറഞ്ഞു. അപ്പം അത് വളരെ എന്താ പറയേണ്ട, ഈ പറഞ്ഞതെല്ലാം അതിലുണ്ട്. അപ്പം അതൊരു വളരെ വ്യത്യസ്തമായൊരു സിനിമയായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് ഇത്രയും വലിയൊരു സക്സസ് ആകും എന്നൊന്നും നമുക്കൊരു സിനിമയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു ഫ്രാഞ്ചൈസായി മാറി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെയും ക്യാരക്ടറൈസേഷനും. അപ്പോൾ എപ്പോഴും ഒരു സിനിമ കഴിഞ്ഞ് 2ാമത്തെ സിനിമ ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ്, സീക്വൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം 3ാമത് ഉണ്ടാക്കാൻ അതിലും പ്രയാസമാണ്. ഇനി 4ാമതുണ്ടെങ്കിൽ അതിലും പ്രയാസമാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ ആ 4-ാം ക്ലാസ്സുകാരൻ്റെ 3-ാം വരവിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാം. ഇത് എന്നോട് എങ്ങനെ പറഞ്ഞപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സിനിമ ചെയ്യുന്ന അങ്ങനെയാണല്ലോ നമുക്കൊരു സിനിമ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ സിനിമ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അതിലുള്ള ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ അകത്തുള്ളൊരു ഫാമിലി അല്ലെങ്കിൽ ആ ഫാമിലി മാൻ എങ്ങനെയാണ് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ ഉള്ള നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുന്നതിലുപരി ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ആ ക്യാരക്ടർ ഗ്രോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട്. അയാൾ ഇങ്ങനെ ആകാം, അല്ലെങ്കിൽ അയാളുടെ മൂഡ് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അദ്ദേഹം നമ്മുടെ പെർഫോമൻസ് കാണുമ്പോഴും ഒരുപക്ഷെ ആ ഡയറക്ടർക്ക് ഒരുപാട് ഇൻപുട്സ് തരാൻ പറ്റും. അയാളിങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മനസ്സിൽ. എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള കഥാപാത്രത്തെക്കാൾ മുകളിൽ ഒരു ആക്ടർ പെർഫോം ചെയ്യുമ്പോഴാണ് ആ സിനിമ നന്നാകുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എല്ലാവരുടെയും, ഇപ്പോൾ ഒരാളുടെ മാത്രമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ ജോർജ് കുട്ടി മാത്രം വിചാരിച്ചാൽ ആ സിനിമ നന്നാക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ, ആ ടീം അല്ലേ, ജോർജ് കുട്ടിയുടെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ജോർജ് കുട്ടി ബന്ധപ്പെടുന്ന മറ്റേ ആൾക്കാർ, ഗീതാ പ്രഭാകർ അല്ലേ, ഒരു ഓപ്പോസിറ്റായി നിൽക്കുന്ന സിദ്ദീഖ്, അതുപോലെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയില്ല, അപ്പോൾ സഹദേവൻ ഒക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് ചേർന്നിട്ടാണ് ജോർജ് കുട്ടിക്കൊരു
ഒരു രൂപം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വളരെ സക്സസ്ഫുള്ളായി മാറി. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു നമ്മൾ രണ്ടാമത്തെ ചിത്രം എടുക്കാൻ. ഞാൻ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോഴും നമുക്കിപ്പോൾ ഒരുപക്ഷെ രാജസ്ഥാനിലായാലും ബീഹാറിലായാലും ഒക്കെ അവിടുത്തെ ആൾക്കാർ വരെ ഈ ദൃശ്യം 3 എന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു തുടങ്ങി. സോ അപ്പം അത്ര ഒരു ഇമ്പാക്റ്റ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ സിനിമയുടെ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ അതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ്റെ അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ ക്രെഡിറ്റും ഏറ്റവും ആദ്യം കൊടുക്കുന്നതിൽ ആദ്യത്തെ പേരുകളിൽ ഒന്ന് അതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും തന്നെയാണ്. ഒരു രണ്ടാം ഭാഗം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അതിനെ വേറൊരു റേഞ്ചിലേക്ക് എത്തിച്ച ആളാണ് ജിത്തു ജോസഫ്. അതിൻ്റെ 3-ാം ഭാഗവുമായിട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ടായിരുന്നത്? കാരണം ആദ്യത്തെ ഒന്നിൽ നമ്മൾ വിചാരിച്ചു ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പൂട്ടി. അപ്പോൾ ആ പൂട്ടിയോടത്തുനിന്ന് രണ്ടാമത് തുറന്നിട്ട് നമ്മളൊരു 2-ാം ഭാഗം ഉണ്ടാക്കി. ഇനി ഇത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് പ്രേക്ഷകന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരിക്കൽ കൂടി ഞെട്ടിക്കാനുള്ളൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കുമ്പോൾ എന്തായിരുന്നു? എനിക്കവിടെ ഫ്രാഞ്ചൈസ് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എക്സ്പെക്റ്റേഷൻ തന്നെയാണ്, ഓഡിയൻസ് എക്സ്പെക്റ്റേഷൻ. പ്രത്യേകിച്ച് ഒരു സക്സസ്ഫുൾ ഫിലിമിൻ്റെ പ്രീക്കലോ സീക്കലോ ചെയ്യുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്നെ ഇങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞു കാരണം വയാക്കോമിൽ ഹിന്ദി ഇറങ്ങി വയാക്കോമിൽ കുറേ പേര് സബ്ജക്ട്സ് അയക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട്. അന്നേനതൊരു നമ്മളെന്താ ആലോചിക്കാതെ നമ്മുടെ ഇന്ന് മേടിച്ചു വരുന്നതിന് ഏതുണ്ടാക്കുന്നത് നമുക്ക് ആലോചിച്ചൂടെ, ഒന്ന് ആലോചിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാനത് തീർന്നു എന്ന് കരുതിയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ മീൻസ് ഇതിനൊക്കെ സാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെ ഇത്. പക്ഷേ സീരിയസ് ആയിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ്. അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരോടും പറഞ്ഞു അത് വേണോ, ഉള്ള പേര് കളയണോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എഴുതി നോക്കാം, എഴുതിയിട്ട് നല്ലതല്ലേ വിട്ടേക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില ആശയങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും വേറെ ഒന്നും അവരോട് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അവർക്ക് 4 പേർക്കും 3 പേർക്കും ലിൻഡയ്ക്കും പിള്ളേർക്കും കൊടുത്തു. അത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ മെയിലിട്ടെടുത്ത് പറഞ്ഞു വായിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഇവർ 3 പേരും വായിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇതൊരു നല്ല സിനിമയാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അവർ കോൺഫിഡൻസ്. നല്ല സിനിമയാണ്, ഇത് തിയേറ്ററിക്കൽ എങ്ങനെ വരും, അതിൻ്റെ ബോക്സ് ഓഫീസ് എങ്ങനെ വരുമെന്നുള്ളത്, ഇതൊരു നല്ല സിനിമയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നപ്പോഴാണ് ചെയ്തത്. അത് തന്നെയാണ് ഈ സെയിം പരിപാടിയാണ് തേർഡിലേക്ക് വന്നത്. തേർഡിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രം. ലാൽ സാറിനോട് ഞാൻ സെക്കൻഡ് കഴിഞ്ഞപ്പം അന്ന് ഞങ്ങൾ വീട്ടിൽ ഇത് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ സാറിനോട് ചോദിച്ചിങ്ങനെ തേർഡിനൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല, പക്ഷേ തേർഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ലാൽ സാർ പറഞ്ഞു അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ഇവരോട് സംസാരിച്ചു. അപ്പം ഇവരോടും ഞാൻ ക്ലൈമാക്സ് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഏരിയ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും അത് വർക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, അങ്ങോട്ട് എത്തിക്കണമല്ലോ, ക്ലൈമാക്സ് ഉണ്ടായിട്ട് മാത്രം കാര്യം. അതങ്ങനെ വർക്ക് ചെയ്ത് വന്നു. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യും, അതെനിക്കറിയില്ല. ഇതൊരു നല്ല സിനിമയാണ്, ആ കോൺഫിഡൻസ് എനിക്ക്. ഏറ്റവും ആദ്യം ദൃശ്യം എന്ന് പറയുന്ന സിനിമ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജിത്തു ജോസഫ് തന്നെയാണ്. പക്ഷേ അതിനൊരു 2-ാം ഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആൻ്റണി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ളതാണ് ജിത്തു സാറ് പറയുന്നത്. ഇനിയിപ്പോൾ 3-ാമതിലേക്ക് കിടക്കുമ്പോൾ എത്രമാത്രം വലിയ പങ്കുണ്ട് ആൻ്റണി ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന്? അല്ല, ഇത് ജിത്തുവായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു സംവിധായകനോട് സംസാരിക്കുന്നൊരു മാനസികാവസ്ഥയിലല്ല ആദ്യത്തെ ഡിസ്കഷൻ പോലും. എന്നുവെച്ചാൽ എന്നെ വന്ന് ലാൽ സാറിൻ്റെ അടുത്തൊരു കഥ പറയാൻ വേണ്ടി വന്ന് സംസാരിക്കുന്നത് എൻ്റെ അടുത്താണ്. ആ കഥ കേട്ടപ്പോൾ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ ലാൽ സാറിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് കഥ പറയുകയാണ്. കാര്യം നമ്മൾ മോഹൻലാൽ സാറിന് വേണ്ടിയിട്ട് കഥകൾ കേൾക്കുന്ന ആളാണ്, ഞാൻ കഥ കേട്ടിട്ടുണ്ട്. അതിലെപ്പോഴും എനിക്ക് മനസ്സിലാകുന്ന സിനിമകളുടെ കൂടെ യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. ഇപ്പോൾ ജിത്തുവിൻ്റെ ഈ കഥ കേട്ട സമയത്ത് തന്നെ നമ്മൾ ആ കഥ തുടങ്ങുന്ന സമയം മുതൽ അവസാനം വരെ എനിക്ക് എൻ്റെ ഒരു വേർഷനിൽ മോഹൻലാൽ സാറിനോട് സംസാരിക്കാൻ പറ്റും എന്ന് തോന്നിയെന്ന് പറയുന്നതാണ് എനിക്ക് ആ സിനിമയോടുള്ള സ്നേഹം. അതിനുശേഷം സ്വാഭാവികമായിട്ടും 2-മതൊരു ഭാഗം ഉണ്ടാകണമെന്ന് അന്ന് ചിന്തിച്ചു. അത് ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ കഥ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് പാർട്ടിൻ്റെ ജിത്തുവിൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇഷ്ടംപോലെ എഴുത്തുകാരൻ ഇപ്പോൾ ജനിച്ചു കളയും. അങ്ങനെയല്ല, ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വാഭാവികമായിട്ടും അതും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം 3-ാം ഭാഗത്തിൻ്റെ കാര്യം പറയുമ്പോഴും തീർച്ചയായിട്ടും ഞാൻ ജിത്ത് സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് വീണ്ടും ഒരു ഭാഗം എന്നുള്ളതല്ല, ഒരുപാട് ഭാഗങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ സാർ നമ്മളുടെ ഒരു 10-40ഓളം സിനിമകളിൽ ആശീർവാദ് സിനിമാസിൽ ലാൽ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മീന മാം നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ചു. ആശീർവാദിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ലാൽ സാറിൻ്റെ ഹീറോയിനായിട്ട് അഭിനയിച്ചത്
മിനഹം എന്നാണ് അടിപൊളി. വിശ്വസിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രത്യേകതകളുള്ളതാണ്, മറ്റൊരു സിനിമ പോലെ അല്ല. അപ്പോൾ ലാൽ സാറ് ഞങ്ങളെല്ലാവരും കൂടുന്ന സമയത്ത് ഒരുപാട് ഇപ്പോൾ ജിത്തുവായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആളാണ്. അപ്പോൾ ജിത്തുവിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടുന്ന സമയത്ത് എനിക്കതിലൊരു ജോലിയില്ല. ഞാനത് വളരെ സന്തോഷത്തോടെ അതിനെ ആ സെറ്റിൽ പോകുന്നു, എൻജോയ് ചെയ്തുന്നു, വർത്തമാനം പറയുന്നു. ഞങ്ങൾ ആദ്യത്തെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്കൊരു ജോലിയില്ലാത്ത ജിത്തുവിൻ്റെ സെറ്റ് അങ്ങനെയാണ്. എനിക്ക് ഒരു ജോലിയില്ല, ഞാൻ ചെന്നാൽ മതി, വേറെ ഒരു കാര്യമില്ല, ഞാൻ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പോൾ മൂന്നാം ഭാഗം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ആസ്പദമാക്കി എനിക്ക് ഇനി ഒരുപാട് ഭാഗങ്ങൾ അതിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇതേപോലെ തന്നെ ഒരു ഫാമിലി ഇതുപോലെ തന്നെ ഒരു ഫാമിലി പോലെ ഞങ്ങൾക്ക് ഒരുപാട് കാലം അതിനെ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി രണ്ടാം ഭാഗത്തിന് ജോലി ചെയ്ത പോലെ വീണ്ടും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഞാൻ മീന മാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ശരിക്കും ഈ അനിൽ ചേട്ടൻ വന്നിട്ട് നമ്മുടെ അടുത്ത് ഈ രണ്ടാം ഭാഗത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അനിൽ ചേട്ടൻ ഇഷ്ടമുള്ള പ്രൊജക്റ്റുകൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനിൽ ചേട്ടൻ്റെ ഒരു വഴി എങ്ങനെയാണ്, ഒരു ട്രിക്ക് എങ്ങനെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ട്രിക്ക് എന്നോട് വന്ന് ഇങ്ങനെ പറയും. എനിക്ക് വേണേൽ സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്ത് തീരുന്നതിന് മുമ്പ് എന്നോട് മൂന്നാം ഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്നോട് നാലാം ഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടിരിക്കും. ഞാൻ പിന്നെ ആദ്യം ഇതൊന്ന് റിലീസ് ചെയ്തിട്ട് എന്നാന്നാണ് ഞാനെപ്പോഴും പറയുന്നത്. അല്ല, നീ വന്നിട്ട് ഇങ്ങനെ പറയുന്നതാണ്, നമുക്ക് സാധ്യതയുണ്ടോ, ഇതാണ് നല്ലൊരു സിനിമയല്ലേ, അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോഴും എന്നോട് ഇങ്ങനെ സാധ്യതയുണ്ട് ചെയ്തു നല്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടേ മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ജിത്തുമായിട്ട്, ലാൽ സാറിൻ്റെ കൂട്ടത്തിൽ സിനിമ ചെയ്യാൻ. അപ്പം നമ്മളത് എപ്പോഴും പറയും, എവിടെ വെച്ച് കണ്ടാലും പറയാം, എന്നാൽ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ എന്നാൽ അതിൻ്റെ പുറകിൽ തന്നെയാണെന്ന് പറയും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് അത് പറയുന്നു, ലാൽ സാറിനോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് എല്ലാ സിനിമയും ഉണ്ടായിരിക്കുന്നത്. ആശീർവാദിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകളിലെ നായിക റാണി, ആശീർവാദിൻ്റെ റാണി എന്ന് തന്നെ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഇന്ന് ഇങ്ങോട്ട് മീനമ്മ വന്ന സമയത്ത് പറഞ്ഞത് ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ലാലേട്ടൻ ആന്റണി ചേട്ടനുണ്ട്. ആന്റണി ഉണ്ടോ? ഞാൻ ഇതേവരെ ആന്റണി ചേട്ടൻ്റെ കൂടെ ഒരു പരിപാടിക്കും ഇവിടെ ഇരുന്നിട്ടില്ല. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ശരിക്കും മീനമ്മ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് ആ എക്സൈറ്റ്മെൻറ്റിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഐ മീൻ Ashirwad is always very close to my heart, and it's like family, it's like home. So every time every verumbo, it's like a reunion, you know, like meeting all your friends after, and it's always very pleasant and very beautiful. So എന്താ പറയാ, so Drishyam 4 ഉണ്ടല്ലോ ജിത്തു. ദൃശ്യം 4 ഉണ്ടല്ലോ, അടുത്ത പരിപാടി ഇപ്പോഴും ബ്ലോക്ക് ചെയ്തു. ഇതിൽ രസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ ദൃശ്യത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളിൽ ഒരാൾ മീന മാം കൂടിയായിരിക്കും തോന്നുന്നു. കാരണം പല ഭാഷകളിലേക്ക് അത് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ റാണി എന്ന് പറയുന്ന ക്യാരക്ടറിന് പല ഭാഷകളിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയ ഒരാളാണ്. ആ നിലയ്ക്ക് എങ്ങനെ അത് കാണും? ഐ എം വെരി ഫോർച്ചുനേറ്റ് ബിക്കോസ് ഇൻഫാക്ട് ആദ്യം ഞാൻ ദൃശ്യം 1 ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. ബിക്കോസ് എനിക്ക് എൻ്റെ മോൾ അപ്പോൾ 2 വയസ്സ്. സോ ഷി വാസ് ടു യങ്, വിട്ടിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ക്യാരക്ടറാണ്, പക്ഷെ മോളുണ്ടല്ലോ, മോള് വിട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഐ സെഡ് പറ്റും തോന്നുന്നില്ല ആന്റണി എന്ന് പറഞ്ഞു. But then thank you Anthony. ഞാനൊക്കെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് മമ്മുക്ക പറഞ്ഞു അത് നല്ല ഒരു ക്യാരക്ടർ. ഐ തിങ്ക് യു വിൽ സൂട്ട് ദ ക്യാരക്ടർ വെരി വെൽ. ജീതു വന്ന് സ്റ്റോറി പറയും എന്നൊക്കെ പറഞ്ഞിട്ട്, ബട്ട് എവറിത്തിങ് വാസ് നൈസ്. ബട്ട് ഐ വാസ് നോട്ട് വെരി ഷുവർ. ഞാൻ അതുവരെ വർക്ക് ചെയ്തതെല്ലാം I was like on my own and I used to give my 200%. പക്ഷേ ഇപ്പോൾ ഐ ഹാവ് എ ഡോട്ടർ, വിട്ടിട്ട് വരാൻ പറ്റുമോ, എനിക്ക് അങ്ങനെ 100% എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഫോക്കസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സോ ഐ വാസ് നോട്ട് വെരി ഷുവർ. സോ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ബിക്കോസ് ഐ ഹാവ് എ ഡോട്ടർ, വിട്ടിട്ട് വരാൻ പറ്റില്ല. ബട്ട് ദെൻ ഹി കെയിം ബാക്ക്, I will do whatever you want, like എന്ത് കംഫർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഇറ്റ്സ് ലൈക്ക് യുവർ കമ്പനി, ഹൗ ക്യാൻ യു സേ നോ? And I was like, അതെ. ഒന്ന് ആലോചിച്ചു, അന്നിപ്പോൾ ജിത്തു സാർ തന്നെ വേറൊരാളെ പ്ലേസ് ചെയ്തു. ആ നായിക ഇപ്പോൾ ഇതേപോലെ പല പല ഭാഷകളിൽ ദൃശ്യത്തിൻ്റെ റീമേക്കുകളും അതല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ very very heartbroken. പക്ഷേ that everything എന്താ പറയാ, thanks to Almighty for giving me that opportunity again. And
because even personally, I was like already married, I was having a kid. Tiruchim or heroine opportunity in the it's a very, very rare thing. So I am. Thank you, Lalita. Thank you, Anthony. That's all I can say. 13 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. 13 വർഷമായോ? 13 വർഷം കഴിഞ്ഞ് വീണ്ടും ആ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നും പോയിട്ടില്ല, അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ ചില ആൾക്കാരൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അഭിനയിക്കാൻ പറ്റാതായി. ചില പഴയ ക്യാരക്ടേഴ്സ് നമ്മൾ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് സുഖമില്ലാതായി, ചിലർ നമ്മളെ വിട്ടുപോയി. അങ്ങനെയൊക്കെ ഒരു സങ്കടമേ ഉള്ളൂ. ലാലേട്ടൻ പറയുന്ന പോലെ ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ജോർജ് കുട്ടിയുടെ കുടുംബമുണ്ട്. ജോർജ് കുട്ടി ഇരിക്കുന്ന ചാരുകസേര വരെ ആളുകളുടെ ഉള്ളിൽ കൃത്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചില സമയത്ത് വിഷമിക്കണോ കൂടെ നിൽക്കണോ എന്ന് അറിയില്ലാത്തൊരു കഥാപാത്രം അത് ഗീത മാം ചെയ്തിട്ടുള്ള ഗീത പ്രഭാകർ എന്ന് പറയുന്ന കഥാപാത്രമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ബാലരമയൊക്കെ വായിക്കുന്ന സമയത്ത് എപ്പോഴും കാണാറുണ്ട്, ഒരു കണക്കിന് കുട്ടൂസനും ഡാഗിനിയും കൂടെ ചേർന്നിട്ട് മായവി എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കും, പക്ഷെ അപ്പോഴേക്കും രാജുവിൻ രാധയെ വന്നിട്ട് രക്ഷിക്കും എന്ന് പറയുന്ന പോലെയാണ് ഗീത പ്രഭാകറിൻ്റെ കാര്യം. എന്തൊക്കെ തരത്തിൽ സിസ്റ്റം വെച്ചിട്ട് വർക്ക് ചെയ്താലും ശരി, അവിടെ ജോർജ് കുട്ടി വന്നിട്ട് വീണ്ടും മായവിയെ രക്ഷിച്ചുകൊണ്ട് പോകും. എന്താണ് ഈ കുറി ഗീത പ്രഭാകറിൻ്റെ പ്ലാൻ? 4ാം ക്ലാസ്സുകാരന് ബുദ്ധിയല്ലല്ലോ ജോർജ് കുട്ടിക്കുള്ളത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിനെ എല്ലാം നോക്കി കണ്ട് അതനുസരിച്ച് സിനിമകളൊക്കെ കണ്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു കഥാപാത്രമാണ്. ആ ബ്രില്യൻസ് ഇതിലും കാണിക്കുന്ന പ്രതീക്ഷിക്കാം. ആശാ മാമിനെ എല്ലാവരും കാണുമ്പോൾ ഇപ്പോഴും ഏറ്റവും ആദ്യം പറയുന്ന കഥാപാത്രം ഗീത പ്രഭാകർ തന്നെയല്ലേ? അതെ അതെ, തർക്കമൊന്നുമില്ല കാര്യമില്ല. 100%. ഈ പ്രാവശ്യം എന്തൊക്കെ കരുക്കളാണ് നമ്മൾ നീക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല എന്നറിയാം. എന്നാലും ഈ 3ാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കഥാപാത്രത്തിനുള്ളൊരു മാറ്റം, അതല്ലെങ്കിൽ അതിനൊരു അപ്ഡേഷൻ എന്തായിരിക്കും തോന്നുന്നത്? 21st വരെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. May 21st വരെ കാത്തിരിക്കുക. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് ആയിരിക്കും ഗീത പ്രഭാകർ. ഇതാണ് നമ്മൾ എപ്പോഴും ത്രില്ലർ സിനിമകൾ നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം. ഇത് ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല, എന്നാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത് ഇവരുടെ ഒക്കെ കൂടെയല്ല. എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലില്ലേ, ഞാൻ അതുകൊണ്ട് മിണ്ടാതിരിക്കും. ഇനി നമ്മളുടെ ഇതിൽ വരെ കാണാത്ത ഒരു പുതുമുഖം എന്താണ് ഇവിടെ? അതെ, ഞാൻ പുതിയൊരു അഡീഷനാണ്. ഈ പറഞ്ഞ പോലെ ജീത്തു സാറും ആന്റണി ചേട്ടനും മനസ്സിൽ 3ാം ഭാഗം എടുക്കാൻ തോന്നിയത് എൻ്റെ വലിയൊരു ഭാഗ്യം. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ദൃശ്യം എന്ന യൂണിവേഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഏറ്റവും പുതിയൊരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നൊരവസ്ഥയിലാണോ ജിത്തു സാർ? ചോദിച്ചു. ഞാൻ ചോദിച്ചു, ജിത്തു സാർ സമ്മതിച്ചിട്ടുണ്ട്, പറ. ഇല്ല, ഞാനിതിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ റോളാണ് ചെയ്യുന്നത്. ഓക്കെ. എല്ലാവരും പുറത്ത് നിന്നെടുക്കുന്ന പണി ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നെടുക്കുന്നു. ഇതിലേക്കുള്ളൊരു കോള് വരുന്ന സമയത്തും ദൃശ്യം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റിക്കുറിച്ചൊരു സിനിമയാണ്. പുതിയ പുതിയ സാധ്യതകളൊക്കെ മലയാള സിനിമ ഉപയോഗിച്ചൊരു സിനിമ കൂടിയാണ് ദൃശ്യം എന്ന് പറയുന്നത്. എത്ര മാത്രം എക്സൈറ്റഡ് ആയിരുന്നു ദൃശ്യം 3യിൽ? ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജിത്തു സാർ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പിന്നെ ലാലേട്ടനായിട്ടുള്ള എൻ്റെ ഏറ്റവും ആദ്യത്തെ പടമാണ്. അപ്പോൾ അത് ദൃശ്യം എന്ന പടത്തിൽ തന്നെ ഇത്രയും വലിയ സൂപ്പർ ഹിറ്റായ പടത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ എനിക്ക് ലാലേട്ടനായിട്ട് ആദ്യത്തെ പടം ചെയ്യാൻ പറ്റിയതിനും വളരെയധികം സന്തോഷം. പിന്നെ ക്യാരക്ടർ കേട്ടപ്പോഴും എനിക്ക് ക്യാരക്ടർ ഒരു മൊത്തം ഇങ്ങനെയല്ല, ഒരു ഔട്ട്ലൈൻ തന്നിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ക്യാരക്ടർ വൈസും നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത നടനാണെന്ന് എപ്പോഴും നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അത്ഭുതം നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ? ഞാൻ ആരാന്ന് പറയാൻ എല്ലാവർക്കും അറിയാലോ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ചാം, ലാലേട്ടൻ ലെജൻഡ് അല്ലേ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ലാലേട്ടൻ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ ലാലേട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പോലെ തോന്നും. പക്ഷെ മോണിറ്ററിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ എപ്പോൾ ഇതൊക്കെ ചെയ്തു എന്നുള്ള അത്രയും എക്സ്പ്രഷൻസിന്റെ എന്താ പറയാ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം അത് മോണിറ്ററിൽ വരണം, അതൊക്കെ ആ മൊമെന്റിൽ നിന്ന് അത് ചെയ്യണം. അത് ഭയങ്കര കഴിവല്ലേ. അത് പറയുമ്പോ മീന മാമിന്റെ ഉള്ളിൽ എന്തോ ഒരു സ്പാർക്ക് പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയത് വളരെ സാധാരണയായിട്ട് സംസാരിക്കുന്നതും ചെയ്യുന്നതും, പക്ഷേ the impact he gives to the audience through that scene or that performance is amazing. Only he can do that. രാം ഗോപാൽ മോണിറ്ററിന്റെ എന്തോ ഒരു കുഴപ്പമുണ്ടോ?
അന്ന് മോണിറ്ററൊന്നും ഇല്ല, മോണിറ്ററൊക്കെ ഇപ്പോൾ വന്നല്ലേ. രാം ഗോപാൽ വർമ്മ സെയിം കാര്യം ലാലേട്ടനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ കാര്യം തന്നെ ജിത്തു സാറും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ നേരിൽ കാണുന്ന ലാലേട്ടൻ അല്ല സ്ക്രീനിൽ കാണുന്ന ലാലേട്ടൻ, ഇത് തമ്മിൽ ഭയങ്കരമായൊരു വ്യത്യാസമുണ്ടെന്ന് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അത്തരം ഓർമ്മപ്പെടുത്തലുകൾ പിന്നെയും പിന്നെയും ലാലേട്ടൻ്റെ അടുത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ ദൃശ്യം 3 വരുന്ന സമയത്ത്? അല്ല, തീർച്ചയായിട്ടും അതെപ്പോഴും ഉണ്ട്. എനിക്ക് ആദ്യത്തെ സിനിമയിൽ ആദ്യമായിട്ട് സാറിനോട് വർക്ക് ചെയ്യുമ്പോഴായിരുന്നു നമ്മളിങ്ങനെ ഇത് ചെയ്ത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് വന്നോളും, കാരണം നമുക്ക് പിന്നെ കോൺഫിഡൻസാണ്, അത് മനസ്സിലായോ. അപ്പം ഞാനന്ന് ഫസ്റ്റ് ദൃശ്യം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കും തോന്നുന്നു ഇതെന്താ ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ് ആയി. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ലിൻഡ എന്നോട് ഒന്ന് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് ഈ പ്രൊജക്റ്റിൽ വല്ല താല്പര്യക്കുറവല്ലോ ഉണ്ടോ? അപ്പം ഞാൻ അങ്ങനെ വരാൻ വഴിയില്ല, ആൻ്റണിയുടെ കമ്പനി തന്നെ അല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ, അല്ല സാറിനോട് താല്പര്യമില്ലാത്ത പോലെ അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നി, ഇങ്ങനെയൊക്കെ സംസാരിച്ചു. പക്ഷെ നമ്മളിത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ക്യാരക്ടറായി വരുന്നു, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ അൺബിലീവബിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാനിത് ഒരിക്കലും ഓർഡറിലല്ല ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പം സിനിമ തുടങ്ങി 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ സീൻ കൊടുക്കുമ്പോൾ എൻ്റെ പ്രീവിയസ് എന്നൊക്കെ സാർ അന്വേഷിക്കും. അപ്പം ഫുൾ മനസ്സിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു വളർച്ചയും കാര്യങ്ങളും എല്ലാം മനസ്സിൽ ഉണ്ടാവണം. പക്ഷേ അതുപോലെ പ്ലാൻ ചെയ്യുന്ന ഒരാൾ അങ്ങനെയെന്നൊക്കെ ഇതൊന്നും തോന്നത്തില്ല. കാരണം ഷൂട്ടിങ്ങിന് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, ആക്ഷന് തൊട്ട് മുമ്പ് കയറി പെട്ടെന്ന് ആളങ്ങ് മാറും, കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും ബാക്ക് ടു ഇതാവും. ഇതും ജോക്ക് അടിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങ് പോകുന്നത്. അപ്പം സിദ്ദിഖേട്ടനും പറഞ്ഞു ആ ദൃശ്യത്തിൻ്റെ ആ 2 ഫാമിലിയെ മീറ്റ് ചെയ്ത് ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സിദ്ദിഖേട്ടന് വലിയ ലെങ്തി ഡയലോഗുണ്ട്. അപ്പോഴാണ് ലാൽ സാർ അവിടെ നിന്ന് ഒരു കൊക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ജോക്ക് അടിച്ച് ഞാൻ അന്നേരത്തേക്ക് ആക്ഷൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതൊരു എന്താ പറയുക ഇൻബോണാണ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അങ്ങ് നോക്കി കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക. കാരണം ഇപ്പം എനിക്കിപ്പോൾ ആദ്യത്തെ ആ ഒരു ഞെട്ടലും ഇതും അങ്ങ് മാറി. ഇപ്പം ഞാനത് മനസ്സിലാക്കി അതെന്താണെന്ന് എനിക്കറിയാം അത് വരും എന്നുള്ളത്. പക്ഷെ അതിനകത്ത് എനിക്ക് എപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന കാര്യം ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എത്ര പറഞ്ഞാലും നമുക്ക് മടുക്കുകയില്ല. ആ 1-നകത്തെ റാണി കയറിയിട്ട് അതിന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടവും ഇതും ചെയ്യുന്നുണ്ട്. ശരിക്കും അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ ഞെട്ടാൻ പറ്റത്തില്ല, പോലീസ് ഇരിക്കുക, ആ ഞെട്ടൽ പുറത്ത് വരാൻ പാടില്ല. അപ്പോൾ അബദ്ധമാണല്ലോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. പക്ഷെ അത് മൊത്തം ഒരിടത്തും വരാം. ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പോയി. ഞാനിങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഗൂസ് ബംസ് തന്നൊരു റിയാക്ഷൻ ആയിരുന്നു അത്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അത്ഭുതമുള്ളൊരു കാര്യം അതാണ് ലാലേട്ടാ. ആർക്കും ഇതേവരെ ഡീകോഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അത് തന്നെയാണ്. സെക്കൻഡുകൾക്ക് മുൻപ് തമാശ പറഞ്ഞിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഡയലോഗുകൾ മുഴുവൻ ഓർത്ത് വെക്കുന്നത്, ഈ ആക്ടിവിറ്റീസിനെ മുഴുവൻ ആ സ്ക്രീനിൽ കൊണ്ടുവരുന്നത്. ഇത് സത്യം പറഞ്ഞ ഇതിനൊരു ഡീകോഡിങ് പരിപാടി ഉണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞു കേട്ടപ്പോൾ ഞാനും അത് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഡീകോഡിങ് ഒന്നുമല്ലോ. അത് ഞാൻ പലയിടത്തും നമ്മളൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ നമ്മളെ തേടി വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിതിന് അതിനുമുമ്പ് പോയി പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ ജോർജ് കുട്ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് കുട്ടിയെ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന പോലെ ജോർജ് കുട്ടിയുടെ ആ എല്ലാ സിനിമയിലും ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ചെയ്യുന്നത്. കാര്യം സത്യം പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ജോർജ് കുട്ടിക്ക് ഇപ്പോൾ ഈ ഫാമിലി ഒന്നും അറിയാതിരിക്കാനൊക്കെ നോക്കണ്ടേ, ഒരുപാട് കാര്യങ്ങളില്ല. അപ്പം ഒരിക്കലും എല്ലാം റോങ് എക്സ്പ്രഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഒരാൾ വന്ന് നാക്കിയെ പേടിക്കേണ്ടതിന് പോലെ അയാൾ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അകത്ത് പേടിയുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു ഭയങ്കര പേടിയുള്ള ആളാണ് ജോർജ് കുട്ടി. അപ്പോൾ ആ പേടി ഈ സിനിമയിൽ ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജിത്തുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ജിത്തു പറഞ്ഞു അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ധാരണയുണ്ട് ജോർജ് കുട്ടിക്ക്. ഒരു ക്രൈം ചെയ്ത ഒരാൾക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. അയാളല്ല ക്രൈം ചെയ്തിരിക്കുന്നത്, അങ്ങനെ കൂടെ ഉണ്ട്. ആ സിനിമയിൽ അയാളല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗിൽറ്റാണ്. അപ്പോൾ ആ ഗിൽറ്റ് എന്ന് പറയുന്നത് ഒരു നരകം പോലെയാണെന്നാണ് പറയുന്നത്. ഒരു ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എപ്പോഴും അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല സമയത്തും ഈ സിനിമയിലൊക്കെ കാണാം ജോർജ് കുട്ടി ഒരു പള്ളിയിൽ പോയി നിൽക്കുന്നതൊക്കെ. അപ്പം ഒരു എന്താ പറയുന്ന അയാൾക്കൊരു റെവലേഷൻ, ഒരു വെളിപാടുണ്ടാകേണ്ട സമയമായി. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ താരമൂല്യവും ആ സ്റ്റാർഡും ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോഴാണ് നമ്മൾ ടീസറിൽ കേൾക്കുന്ന ഒരു ഡയലോഗ് എനിക്ക് ഭയമാകുന്നു, എനിക്ക് പേടിയാവുന്നു എന്നുള്ളത്. അത് സത്യമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് മോഹൻലാൽ എന്നുള്ളതല്ലല്ലോ, അതിൽ നമ്മൾ ജോർജ് കുട്ടി എന്നുള്ള ആളായിട്ടാണല്ലോ നമ്മൾ സിനിമ കണ്ടത്. ഇപ്പോൾ ദൃശ്യം ഒരാൾ പോയി കാണുമ്പോൾ ഒരിക്കലും മോഹൻലാൽ എന്നുള്ളതിനേക്കാളും കൂടുതൽ ജോർജ് കുട്ടിയായിട്ട് ആയിരിക്കും. ജോർജ് കുട്ടിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ റാണിക്ക് എന്ത് പറ്റി, അവർക്ക് കുട്ടികൾക്ക് എന്ത് പറ്റി, അല്ല ഗീതാ പ്രഭാകരന് എന്ത് പറ്റിയെന്നായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയമാകുന്നു എന്ന് പറയുന്നതാണ് സത്യമാണ്. ജോർജ് കുട്ടിക്ക് ഭയം ഉണ്ടാവും. അയാൾ ഒരു മനുഷ്യനല്ലേ, അയാൾക്ക് എത്ര കാലം അതിനെ പിടിച്ചു നടക്കാൻ പറ്റും എന്നൊക്കെ നോക്കണം. പിന്നെ നമ്മൾ ഈ 13 വർഷം കഴിയുമ്പോഴത്തേക്ക് 13 വർഷം ജോർജ് കുട്ടിയും ആ ഫാമിലിയും
വളർന്നിരിക്കുന്നു, കുട്ടികൾ വളർന്നു. അപ്പോൾ കുട്ടികൾ അവർ ചിലപ്പോൾ ഒരു കാര്യങ്ങൾ പലതും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഈ സിനിമയുടെ ഒരു വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കറിയാം, അവിടുത്തെ കഥാപാത്രങ്ങൾക്കറിയാം, പോലീസിനറിയാം, എല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ടും അയാൾ അതിൽ നിന്ന് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അയാളെ പിടിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണല്ലോ. പക്ഷെ എന്നിട്ടും അയാൾക്ക് ഭയമാണ് എന്ന് പറയുന്നതാണ്. അപ്പം അതിൽ പറയുന്നുണ്ട്, അതിൽ എല്ലാം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. ശരിക്കും ഭയം ആദ്യം മുതലേ ഭയം തന്നെയാണ്. എപ്പോൾ വേണേലും പിടിക്കപ്പെടാവുന്ന ഒരാളല്ലേ. ഞാൻ പറഞ്ഞത് ഒരു എക്സ്പ്രഷൻ മാറിയാൽ ജോർജ് കുട്ടിയെ പിടിക്കാൻ പറ്റും. അപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ജോർജ് കുട്ടിയല്ല, ഭയങ്കര ടേമോയിൽ, അകത്ത് ഭയങ്കരമായ സംഘർഷങ്ങൾ നടക്കുന്ന ആൾ തന്നെയാണ് ജോർജ് കുട്ടി. ഈ ഭാര്യയ്ക്കും പിള്ളേർക്കും അത് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്. റാണിക്ക് വളരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് നടന്നതാണ്. ഈ സിനിമ ആ വീട് പോലും അയാളൊരു ഒന്നും മാറ്റിയിട്ടില്ല. അവർ പെയിൻറ് ചെയ്യാനെന്നും പറഞ്ഞ കാര്യം എപ്പോൾ വേണേലും അകത്ത് പോകുന്നത് പെയിൻ്റൊക്കെ ചെയ്തിട്ട് പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അയാൾക്കല്ലേ ഒരു സിനിമ പിടിക്കണം, ഒരു തിയേറ്റർ. പക്ഷെ അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്, അല്ലാതെ ചുമ്മാ ഒരു കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അയാൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റലിജൻസ്, അയാൾക്കൊരു 4ാം ക്ലാസ്സുകാരനായാലും അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് കുട്ടി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കും അറിയില്ലെന്ന് പറയും. ഞാനും അയാൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കഥാപാത്രം. ഇനി അങ്ങനെ ഒരു ക്യാരക്ടറിനെ വളരെ ഒരു ആക്ടറിനെ കിട്ടുകയില്ല. ഇതാരാണെന്ന് അറിഞ്ഞുകൂടാതാണ് അഭിനയിക്കുന്നത്. കാര്യം എല്ലാം ഓപ്പോസിറ്റ് അല്ലേ ചെയ്യണം. നല്ലതുകളൊക്കെ ലാലേട്ടനെ തേടി വരും എന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെ തേടി വന്നതിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. അതുപോലെ ഒരു ഇത് ഇപ്പോൾ ജോർജ് കുട്ടി നമ്മൾ ഇൻ്റലിജൻസ് എന്നെല്ലാം പറയുമ്പോൾ അതിനൊക്കെ ഭയങ്കര ഒരു റിഫ്ലക്സ് ഇതുണ്ട്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പോൾ അന്ന് ഫസ്റ്റിനകത്ത് ഒരു സിറ്റുവേഷൻ വന്നു ഭാര്യ കാര്യം പറഞ്ഞു, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു, അപ്പോൾ തീരുമാനിച്ചു ഇതിനെ എങ്ങനെ ഇത് ചെയ്യാം. കുഴിച്ചിട്ടു സംഭവം സേഫാണ്, പക്ഷേ പോലീസ് വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ യാത്രയിലായിരിക്കാം ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെ ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇമ്മീഡിയറ്റ് കണ്ടിന്യൂഷൻ എന്നറിയോ. ബാക്കിലേക്ക് പോയി ഇങ്ങനെ നിന്നിട്ട് ജോർജ് കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പെട്ടു എന്ന് മനസ്സിലായി. പുള്ളി ഒട്ടനെ ആക്ട് ചെയ്യാണ്. ഇമ്മീഡിയറ്റ് വരുന്നതെന്ന് വെച്ചാൽ പുള്ളി ചിരിച്ചു, പുള്ളിക്ക് കിട്ടി ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താ ശരിയാണെന്ന് വെച്ചാൽ, അല്ല അത് നേരത്തെ അറിഞ്ഞത് മറ്റേ പ്രിൻസിപ്പൾ വിളിച്ചായിരുന്നേ, പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു വെരി മൊമെന്റിൽ. അപ്പം ഭയങ്കര റിഫ്ലെക്സ് ആക്ഷനാണ് അത്. ശരിക്കും ഈ നമ്മളതിനകത്ത് റാണിക്കും ഉണ്ട്. അന്ന് ഈ ബൈ ആക്സിഡന്റ് കൊന്നു പകച്ച് മോളി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഫോൺ വിളിക്കുന്നു, ജോർജ് കുട്ടിയെ കിട്ടുന്നില്ല. വെരി മൊമെന്റ് പറഞ്ഞു മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചില മനുഷ്യർക്കുണ്ടല്ലോ ആ റിഫ്ലെക്സ് ആക്ഷൻ. അതാണ് അത് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആന്റണി ചേട്ടൻ ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ടാണ് ഈ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കഥകളെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ പ്രേക്ഷകർ എത്രമാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നടന്ന സിനിമയായിട്ട് ദൃശ്യം മാറുന്നു എന്നുള്ളത്. ആശീർവാദിൻ്റെ ആ കോയിൻ തിരിഞ്ഞു വരുന്ന സമയത്ത് ആ നാണയത്തിന് 2 മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 വശങ്ങളുണ്ട്. അതിൽ ഒരു മുഖം തീർച്ചയായിട്ടും ആന്റണി ചേട്ടൻ്റെ കൂടെയാണ്. ഇത്രയും വലിയൊരു ബിസിനസ് നടന്നു എന്നുള്ളതിനെ എത്രമാത്രം സന്തോഷത്തോടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ ആന്റണി ഇപ്പൊ ചിന്തിച്ചുകൊണ്ട് അതല്ല, ആന്റണി ഈ സിനിമ തുടങ്ങുന്ന ആന്റണിയിൽ നിന്നാണ് ബസ്സിൽ വരുന്നത്. അതില്ലെങ്കിൽ എന്താ കഥ? അങ്ങനല്ലേ സിനിമ തുടങ്ങുന്നത്? ഒരു സിനിമ തുടങ്ങുന്നത് അങ്ങനല്ലേ? ഈ സിനിമ തുടങ്ങുന്നത് ആന്റണി ചേട്ടനാണ്. ഈ സിനിമയിലുണ്ടോ എന്ന് ചോദിക്കാത്ത എന്താ? അല്ല, ഞാൻ വരുവാണല്ലോ. അല്ല, ഇത് പറയൂ. ഏറ്റവും വലിയ ബിസിനസ് ആണ് നടന്നിരിക്കുന്നത്. അല്ലേ? അല്ല അത് അല്ലല്ലേ സാറ് പറഞ്ഞു? ഇല്ല, പറഞ്ഞല്ലോ. അല്ല, എനിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ആശീർവാദ് മോഹൻലാൽ സാറിൽ നിന്നുണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും സ്വാഭാവികം അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ്. കാര്യം എൻ്റെ ജോലിയുടെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഏറ്റവും വലിയ വിജയം ആശീർവാദ് സിനിമാസും മോഹൻലാൽ സാറിൻ്റെ കോമ്പിനേഷനിൽ മലയാളിക്ക് ഉണ്ടാകണം. ഞാൻ അതിനുവേണ്ടി എല്ലാ കാലവും ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ചെറിയ സിനിമകൾ ജിത്തുവിൻ്റെ അടുത്തും സത്യൻ സാറിൻ്റെ അടുത്തും പ്രിയൻ സാറിൻ്റെ അടുത്തും പറഞ്ഞ് ബഡ്ജറ്റ് കുറച്ച് സിനിമകളെടുത്ത് പൈസകൾ ഉണ്ടാക്കി വലിയ സിനിമകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. കാര്യം നമ്മൾ മലയാളി വേറൊരു തലത്തിലേക്ക് എന്നും ചിന്തിക്കണം എന്ന് വിചാരിച്ച് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് എനിക്ക് മുൻകാലങ്ങളിൽ ഒരുപാട് സിനിമകൾക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അവസാനമായിട്ട് വന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയും ഞാൻ അങ്ങനെ തന്നെ കാണുകയും ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എപ്പോഴും നടക്കണമെന്നില്ല. അങ്ങനെ ഉള്ള ഈ മലയാള സിനിമയിൽ മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെ ഒരു ചരിത്രം നമ്മളാൽ ഈ ലാൽ സാർ നമ്മുടെ കോമ്പിനേഷനിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു ചിന്ത വർഷങ്ങളായിട്ടുണ്ട്. അത് സാധിക്കുന്നൊരു മൂവ്മെൻറ്റ് എല്ലാ കാലത്തും നടക്കണമെന്നില്ല. അങ്ങനെ സാധിച്ചൊരു സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഈ ചർച്ച ഉണ്ടായത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ
ഈ നമ്മൾ മലയാളി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കാണുന്നത് ക്ലബ്ബുകളുടെ 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സങ്കല്പമാണല്ലോ. അതെ. അപ്പോൾ ആ സങ്കല്പത്തിന് ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടായി എന്ന് അറിയുന്നതും അതിൻ്റെ ഒരു ഭാഗത്ത് ഞാനാണ് നിൽക്കുന്നതെന്നുള്ളതും എന്നെ സംബന്ധിച്ച്, ഒരു മലയാളിയെ സംബന്ധിച്ച്, മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആശീർവാദ് സിനിമാസിലൂടെ സംഭവിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. അത് ദൃശ്യമെന്ന ചിത്രത്തിലൂടെയാണെന്ന് പറയുമ്പോൾ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. ലാലേട്ടാ, ഇതൊക്കെ അറിയുന്നുണ്ടോ? അതോ ഇങ്ങനെ അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അല്ലേ, ഞാനിന്ന് പറഞ്ഞാലേ ഇത് ഇങ്ങനെ വലിയൊരു അസോസിയേഷൻ അല്ലേ ഇതൊരു. നമ്മളും പണ്ട് ഇപ്പോൾ കാലാപാനി എടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഒരു ഗേറ്റ് ക്രാഷാണ്. പാൻ ഇന്ത്യൻ സിനിമ വരുന്നതിന് മുമ്പ് എടുത്തൊരു സിനിമ. പാൻ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാകും. ഇപ്പം ഞാൻ വാനപ്രസ്ഥം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോ പ്രൊഡക്ഷനാണ്. അന്ന് വരെ ഇന്ത്യയിൽ ഒരു കോ പ്രൊഡക്ഷൻ ഉണ്ടായില്ല. ഞാൻ ഫ്രാൻസുമായിട്ടാണ് ചെന്നത്. അപ്പോൾ ഈ പറയുന്ന അതൊക്കെ വലിയ സിനിമകൾ അന്ന് എടുത്തിട്ട് അതിനൊന്നും നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടി ആണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം. പക്ഷെ അതിനൊന്നും അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ വി ട്രൈഡ്. പക്ഷെ അതിനൊക്കെ നമുക്കൊരു ഒരു ഒരു ഇപ്പോഴും കാലാപ്പറ്റിയെ പറ്റി ആളുകൾ സംസാരിക്കും, അല്ലെങ്കിൽ വാനപ്രസ്ഥത്തെ പറ്റി സംസാരിക്കും, അതുപോലെ ദൃശ്യത്തെ പറ്റി സംസാരിക്കും, ലൂസിഫറിനെ പറ്റി സംസാരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് ആൻ്റണി പറഞ്ഞ പോലെ ഒരു 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 എന്താ പറയുന്ന ഒരു പ്രത്യേകത നമ്മുടെ സിനിമയ്ക്കും നമ്മുടെ ഇൻഡസ്ട്രിക്കും ഉണ്ടാക്കാനാണ്. പനോരമ ഒരു ഗ്രൂപ്പ് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അവർ ചുമ്മാ വരുന്നല്ല, അവർ അതിൻ്റെ ഒരു മെരിറ്റ് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ സ്ട്രോങ് അസോസിയേഷനായി മാറിയാൽ നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കല്ല, ഇതൊരു ഗേറ്റ് ക്രാഷ് പോലെയാണ്. ഇപ്പം എന്തായാലും മലയാള സിനിമയൊക്കെ ഇപ്പോൾ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമ മലയാളം ഈ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പൊസിഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പനോരമ എന്നുള്ള ഒരു ആൾക്കാർ വരുന്നു, വേറെ ഗ്രൂപ്പുകൾ വരുന്നു, പെൻ സ്റ്റുഡിയോ, അങ്ങനെ ഒരുപാട് വലിയൊരു കോമ്പിനേഷനാണ് വരുന്നത്. അത് ആന്റണി പറഞ്ഞ പോലെ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നു എന്ന് പറയുന്ന വലിയ കാര്യം തന്നെ. പനോരമ സ്റ്റുഡിയോസും നമ്മളുമായിട്ട് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുമ്പോൾ മോഹൻലാൽ സാർ, ജിത്തു, അവരാണ് മറ്റേ ഹിന്ദിയിലും ആ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു അസോസിയേഷൻ എന്നുള്ളത് നമ്മൾ ഈ സിനിമയുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ മുതലുള്ളതാണ്. നമ്മൾ ഈ 2026 ദൃശ്യം വരുന്ന സമയത്ത് നമ്മൾ അന്ന് തുടങ്ങിയതിൽ നിന്നും ലോകവും കാലവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് EV വണ്ടികളുണ്ട്, അതല്ലെങ്കിൽ സോളാർ പാനലുകളുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ദൃശ്യത്തിൻ്റെ 3 വരുന്നുണ്ടോ? അതോ ആദ്യം പറഞ്ഞ പോലെ ജോർജ് കുട്ടി പെയിൻറ്റ് പോലും അടിക്കാണ്ട് അങ്ങ് ഇട്ടേക്കുവാണോ? അല്ല, ശരിക്കും ഞാനും എൻ്റെ ടീമും ആയിട്ട് ഒത്തിരി ചെറിയ ഹെൽത്തി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാനും ആർട്ട് ഡയറക്ടറും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ആ ഡയറക്ടർ, ക്യാമറമാൻ സതീഷ് കുറുപ്പ്, ഇവരെല്ലാം ഇങ്ങനെ വന്നിട്ട് ഒരു ചേട്ടാ നമുക്ക് ഈ വീട് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താൽ. ഞാൻ പറഞ്ഞു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മാറുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കൺസീവ് ചെയ്ത ജോർജ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കനാ. കാരണം പുള്ളി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ റാണി കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ തൊഴിൽ പോകണമെന്ന് ഇവിടുന്ന് മേടിച്ചാൽ പോരെ, അങ്ങനെ ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇതുണ്ട്. കാരണം കൃഷിക്കാരുടെ ഇടയിൽ ഒരു കർഷകൻ എപ്പോഴും, കാരണം എൻ്റെ ഫാദർ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഈസ് മോർ ഓഫ് ഒരു കർഷകനായിരുന്നു. അപ്പോൾ എങ്ങോട്ടെങ്കിലും വീട്ടിൽ ഞാൻ ഓർക്കുന്നു 2 കാറ് കിടക്കുമ്പോൾ പുള്ളി ബസ്സിന് പോകും, തൊട്ട് പറയും ആ സ്ഥലത്തേക്കാണ് ഞാൻ കാറിൽ പോകും. എന്നിട്ട് അവസാനം വന്നിട്ട് പറയുമ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു ഇവനെ അടിച്ചു വിളിച്ച് കളയുന്നുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് ആ വണ്ടി ഇത്രയല്ല മൈലേജ് ഉള്ളതിലെന്ന് പറയുമ്പോൾ എടാ ടയർ തേയ്മാനം അങ്ങനെയൊക്കെ പറയും. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതറിയാം. അപ്പം ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്ന ജോർജ് കുട്ടി എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഇത്രയൊക്കെ കാശായാലും ഒരു TV വേണം വലുത് വെക്കാം, അങ്ങനെ കുറച്ച് കാരണം TV പുള്ളിയായിട്ട് കണക്റ്റഡ് ആണ്, പുള്ളി സിനിമ കാണാൻ അത് വെച്ചു. അല്ലാതെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ മാറ്റുമ്പോൾ എനിക്കിങ്ങനെ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി മാറ്റണോ? പിന്നെ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്ത് വണ്ടിയുടെ കാര്യത്തിലൊക്കെ ചെറിയ അപ്ഗ്രേഡേഷൻസ് ഒക്കെ വരുത്തി ഒരു റൂം കൂടെ പണിഞ്ഞു, അങ്ങനെയൊക്കെ രീതി കൊണ്ടുവന്നു. പിന്നെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ അവരൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അത് ചെയ്യണം, കഥയിൽ ഒരു സന്ദർഭമായിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ട് ഞാൻ ആ കാര്യം അങ്ങ് ചെയ്തു. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതല്ലാതെ പോകുമ്പോൾ എനിക്കെന്തോ അത് ശരിയല്ല എന്നൊരു ഫീലിംഗ് ആണ്. കാരണം ഞാൻ അത്രയും ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ അങ്ങനെ നിൽക്കുന്നതായതുകൊണ്ട്. ഈ പിശുക്കിനിടയ്ക്ക് റാണിക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ കിട്ടിയോ? ജോർജ് കുട്ടി വാങ്ങിച്ചു തന്നായിരുന്നോ? വാങ്ങിച്ചു. അവര് വാങ്ങിച്ചു കൊടുത്തില്ല, പക്ഷെ ഞാൻ വാങ്ങി. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടി ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്താ ഒരു ഇച്ചിരി പിശുക്കാണെങ്കിലും അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ സെക്കൻഡിനകത്ത് പറയുന്നല്ലോ സിനിമ പിടിക്കാൻ പോകുക അങ്ങനെ ഇങ്ങനെയാന്ന് പറയുമ്പോൾ പുള്ളി അതിനെക്കുറിച്ച് വളരെ സ്റ്റഡി ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ സാധ്യതകളൊക്കെ പഠിച്ച കഥയും ഇതുമൊക്കെ ചെയ്ത് വളരെ എടുത്തു ചാടി ഒന്നും ചെയ്തില്ല. അത്രയും കെയർഫുള്ളായിട്ട്
ലൈഫിനെ പ്ലാൻ ചെയ്ത് നീങ്ങുന്ന ഒരാളാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു 4 ക്ലാസ്സുകാരനല്ലത്. അയാളെ രാത്രി എല്ലാ ദിവസവും ഗീതാ പ്രഭാകരൻ്റെ സ്വപ്നം കണ്ട് പേടിച്ച് കിടന്നുറങ്ങുന്ന ആളാണ്. അല്ലേ, എന്ത് വേണേലും സംഭവിക്കാമല്ലോ. അപ്പം അതും കൂടെ ഒരു വലിയ അല്ല, ഇപ്പം കാര്യം. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ 1 പോലെ ആയിരുന്നില്ല 2, 1ഉം 2ഉം പോലെ അല്ല 3. കാരണം 1ലും 2ലും ഒക്കെ ഒരു ക്രൈസിസ് ഫുള്ളി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ജോർജ് കുട്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഫാമിലിക്ക് പ്രൊട്ടക്റ്റഡ് ഫീലിംഗ്, അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത് എന്നുള്ള, ഉള്ളിൽ എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് അധികം കാണിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ സെറ്റിൽഡായി. പക്ഷേ നമ്മൾ ആ സെക്കൻഡിൻ്റെ എൻഡിൽ പറയുന്ന പോലെ പുള്ളി അടുത്ത വരവിനായിട്ട് കാത്തിരിക്കുന്നത്. അവർ വരുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല. പക്ഷേ ഹീ ഈസ് പ്രിപ്പയർഡ്. ഇനി എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളിൽ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ട്രേഞ്ചർ വന്ന് കയറിയാൽ പോലും ഇങ്ങനെ നോക്കുള്ളൂ. കാരണം അത് ഉള്ളിൽ കിടക്കുന്നതാണ്. പിന്നെ ഓരോ ക്യാരക്ടറിൻ്റെയും പ്രായം മാറി. അപ്പോൾ പിള്ളേർ വലുതായി, പിള്ളേർ ചോദ്യം ചോദിക്കുന്നു. അതുപോലെ തന്നെ ഈ വലിയ ആൾക്കാരിലും പ്രായം മാറുന്നതനുസരിച്ച് സ്വഭാവത്തിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. അതെല്ലാം 3യിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇറ്റ്സ് മോർ ഓഫ് ഒരു ഇമോഷണൽ ഇതാണ്. ജോർജ് കുട്ടിയിലാണ് ഞങ്ങൾ 3യിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൾക്കാർ ചോദിക്കും ബേസിക്കലി പെട്ടെന്ന് ചോദ്യം ഇതിലെന്താണ് ട്വിസ്റ്റ്, അങ്ങനെയാണ് ആ വാക്കാണ് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നതൊന്നും അതല്ലേ സിനിമ. അല്ല, ശരിക്കും 1ഉം 2ഉം ഒക്കെ ഞാൻ ഫാമിലി ഡ്രാമ എന്ന് പറയുമ്പോൾ അന്നൊക്കെ എല്ലാവരും അതിനെ എതിർത്തു. ശരിക്കും ഇതിനകത്ത് 2 അമ്മമാർ, അവരുടെ ഇമോഷൻ, അച്ഛന്മാർ, 2 ഫാമിലി പിള്ളേർ, അവരുടെ ട്രോമ, മൂത്ത മകൾക്കുണ്ടായ പ്രശ്നം, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇതിലെത്തുമ്പോൾ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു, അത് റെക്ടിഫൈ ചെയ്യണം. അങ്ങനെയൊക്കെ അവർ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ കഥാഗതിയിലുണ്ടായ ചില സംഭവവാസങ്ങൾ ആൾക്കാരെ ത്രില്ലടിച്ചപ്പോൾ അത് വേറെ തലത്തിലേക്ക് പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാനത് പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. 3 എന്ന് പറയുന്നത് നമ്മളതിനോട് കുറച്ചുകൂടി ഒരു ഇമോഷണൽ അപ്രോച്ചാണ്. ആൻഡ് കൂടുതലും ജോർജ് കുട്ടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്. അമ്മമാരിൽ മകനെ ഓർത്ത് ഏറ്റവും കൂടുതൽ വിലപിക്കുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന അമ്മയാണ്. ആ അമ്മ കഥാപാത്രമാണ്. ആ അമ്മയെ കുറിച്ചിട്ട് ഒരു പേഴ്സണൽ ഒരു ഫീൽ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും അശോകമ്മന്? അതായത് അമ്മയെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ പ്രേക്ഷകൻ സ്ക്രീനിൽ കാണുന്ന പോലെയാണോ ശരിക്കും പറഞ്ഞാൽ ആശാ ശരത് എന്ന് പറയുന്ന ഒരു ആക്ടർ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടത്? 2 രീതിയിൽ പറയാം. ഞാൻ ഇന്ന് ജിത്തു സാറിനോട് പറയായിരുന്നു, ഒരു പ്രേക്ഷകയായിട്ട് എപ്പോഴും ദൃശ്യം കാണുമ്പം 100% ഞാൻ ജോർജ് കുട്ടിയുടെയും റാണിയുടെയും ഒപ്പമാണ്. ഓരോ തവണ ഗീതാ പ്രഭാകർ തോക്കുമ്പോഴും പ്രേക്ഷകൻ കൈയടിക്കുമല്ലോ. ഞാൻ 2 പെൺകുട്ടികളുടെ അമ്മയാണ്. സോ അത് എപ്പോഴും ഞാൻ സിനിമ കാണുമ്പം എനിക്ക് അങ്ങനെ അല്ലാണ്ട് ചിന്തിക്കാൻ പറ്റില്ല. ജോർജ് കുട്ടി ചെയ്തത് ശരി, നമ്മളുടെ കുട്ടികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ കഥാപാത്രമായിട്ട് തിരിച്ചു നോക്കുമ്പം ഗീതാ പ്രഭാകർ എന്ന് പറയുന്നത് അതും ഒരമ്മയാണ്. എല്ലാവർക്കും അവരവരുടെ കുഞ്ഞ് അവരവർക്ക് ഏറ്റവും പ്രിയ. കാക്കിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ. അപ്പം എൻ്റെ കുഞ്ഞിന് ജസ്റ്റിസ് വേണം, എൻ്റെ മോനെ കൊന്നുകളയണമായിരുന്നോ അല്ലെങ്കിൽ എവിടെയെന്ന് അറിയാൻ ആ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്നും ജസ്റ്റിസ് കിട്ടാതെ കിടക്കാണ്. ഇപ്പം ലാലേട്ടൻ തമാശയ്ക്ക് പറഞ്ഞതുപോലെ ഗീതാ പ്രഭാകരനെ പേടിച്ച് സ്വപ്നം കണ്ട് തിരിച്ച് ഗീതാ പ്രഭാകർ സ്വപ്നം കാണുന്നത് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പിടിക്കണം എന്നുള്ളതാണ്. അല്ല, മാത്രമല്ല അവരൊരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നില്ലേ? ഒരു പോലീസ് ആയിരുന്നു ആ സിസ്റ്റത്തിന്റെ ഭാഗം. അതെല്ലാം ഫെയിലിയർ ആയിപ്പോയതിന്റെ ഒരു സങ്കടം, ഒരു ഷെയിം എന്ന് പറയുന്നതും കൂടെ. ബാക്കി പല കേസുകളിലും അതിനൊരു നീതി കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചു. പക്ഷെ സ്വന്തം കേസ് വന്നപ്പം പറ്റിയിട്ടില്ല. അതൊരു ഭയങ്കര ഷെയിമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു പോലീസ് ഓഫീസറും കൂടെ ആയിരുന്നു. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മെയ് 21 രാവിലെ 8 മണിക്ക് നമ്മൾ പടം റിലീസ് ആരംഭിക്കുകയാണ്. മെയ് 21 എന്ന് പറയുന്നത് കേരളത്തിലെ സർവ്വ ലാലേട്ടൻ ആരാധകരും അങ്ങേയറ്റം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സാക്ഷാൽ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ ദൃശ്യം എന്ന് പറയുന്ന മഹത്തായ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ 3ാം പാർട്ട് ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? നമ്മുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ സന്തോഷമൊന്നുമല്ല. ആ സിനിമ വളരെ സക്സസ്ഫുള്ളായി മാറട്ടെ, അപ്പോഴാണല്ലോ സന്തോഷം ഉണ്ടാകുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റ് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു. അതെ, ഇപ്പം നമ്മൾ പറയും നിങ്ങൾ പ്രേക്ഷകർക്ക് മോഹൻലാൽ കൊടുക്കുന്ന ഒരു പിറന്നാൾ സമ്മാനം, അത് അത്രയും നല്ലൊരു സമ്മാനമായി മാറട്ടെ. കാര്യം അല്ലെങ്കിൽ അത് മോശമല്ലേ? അനുൻ ചേട്ടാ, എന്താണ് നമ്മൾ? തീർച്ചയായിട്ടും പിറന്നാൾ സമ്മാനമാണ് മോഹൻലാൽ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരിക്കലും ഞാൻ അല്ലാതെ മാറ്റി പറയാം. അതാ കാരണം ഇത്രയും ഒരു പക്ഷേ ഇന്ത്യയിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ US ആയിരുന്നു, അവിടെയുള്ള എത്രയോ പേര് എല്ലാവരും ദൃശ്യം 3 എന്നാ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പേർക്ക് അവർ റിസീവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാര്യത്തെ എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇവർ ചെയ്യുന്നു എന്ന് പറയുന്ന വലിയ കാര്യം. അത് എല്ലാം നമ്മൾ സാധാരണ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുന്ന സമയത്ത് മലയാള സിനിമ, മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ല ദൃശ്യം എന്ന് പറയുന്ന സിനിമ. സാധാരണ സിനിമ നമ്മൾ ഈ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. അല്ല, ഇത് ലോകമെമ്പാടുമുള്ള എല്ലാവരും
എല്ലാ ഭാഷയും അറിയാവുന്നവരും കാത്തിരിക്കുന്ന ചിത്രമാണ്. അതായത് തമിഴായാലും തെലുങ്കായാലും കന്നഡ ആയാലും ഹിന്ദിയിലും എല്ലാവർക്കും ദൃശ്യം അറിയാം. അപ്പോൾ ദൃശ്യം 3 എന്നാണ് വരുന്നതെന്ന് പറയുന്നത് പെട്ടെന്ന് അവർ ഓർക്കുക അത് മോഹൻലാലിൻ്റെ പിറന്നാളിനല്ലേ അറിയാം. അങ്ങനെ അത് ഒരു അല്ല അത് അപ്പം മോഹൻലാൽ സാറിൻ്റെ പിറന്നാളിന് കൊടുക്കുന്ന സമ്മാനമാണ് ദൃശ്യം 3. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നോർമലി 21-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഉള്ള ദിവസം വന്നിരുന്നെങ്കിൽ അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനൊരു വ്യാഴം വെള്ളി എന്ന് പറയുന്ന 2 ദിവസങ്ങളിൽ വന്നാൽ ആ ദിവസം വന്നാൽ മാത്രമാണ് ദൃശ്യം റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, സിനിമ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ ആകെ ഒരു 2-3 പ്രാവശ്യം മാത്രമായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവുള്ളൂ ഈ ബർത്ത്ഡേ. അപ്പോൾ അതിലൊരു ദിവസം ഈ ദിവസമായി മാറി എന്ന് പറയുന്നതാണ് ഒരു ഭാഗ്യത്തിന് എന്തോ, കാരണം നമുക്ക് അങ്ങനെ തോന്നുക എന്ന് പറയുന്നതാണല്ലോ, അത് തോന്നി അതിനകത്തേക്ക് വന്നു എന്ന് പറയുന്നതും എല്ലാം ഒരു ഭാഗ്യമായി കാണുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ചും മലയാളികൾക്ക് മോഹൻലാൽ സാറിൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സമ്മാനമാണെന്നാണ് ആന്റണി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്. സമ്മാനത്തിൻ്റെ കാര്യം അത്രയും സ്നേഹത്തോടെ തന്നെ പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ കെട്ടിയിരിക്കുന്ന വാച്ചുകളൊക്കെ നമ്മൾ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ആളുകൾ എൻ്റെ അച്ഛൻ്റെ വാച്ചാണ്. ഞാനത് ഭയങ്കര വളരെ പഴയ വാച്ചാണ്. ഞാൻ വിചാരിച്ചു ജോർജ് കുട്ടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. വലിയ മോടിയുള്ള ലക്ഷങ്ങളുടെയും കോടികളുടെയും വാച്ചൊന്നുമല്ല, അച്ഛൻ തന്ന ഒരു ഭയങ്കര നമ്മളങ്ങനെ അത് അച്ഛൻ്റെ വാച്ചാണ് കെട്ടിയത്. ഇതിന് അതിനേക്കാളിലൊക്കെ വിലയില്ല വാച്ചാണ്. എനിക്ക് ഇപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ സിനിമകൾ കാണുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ആശീർവാദ് തന്നെ ചെയ്ത് ഇപ്പോൾ സാഗർ ഇലിയാസ് ജാക്കി പോലെയുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു തോക്കെടുത്ത് ഒരു പോയിന്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വെടികൊണ്ട് വീഴുന്ന മനുഷ്യർക്കൊന്നും കണക്കൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ കൊലപാതകം, ആ ഒരൊറ്റ കൊലപാതകത്തിൻ്റെ പേരിലാണ് ഈ 3 ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗ്രിപ്പില്ലേ, അതായത് ഒരൊറ്റ ഒരു കുടുംബത്തിനെ എങ്ങനെ അത് കറക്റ്റായിട്ട് ബാധിക്കുന്നു. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കുടുംബത്തിലേക്ക് ത്രില്ലർ കഥകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എപ്പോഴും ജിത്തു ജോസഫ് സാറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് ഇത് ത്രില്ലർ കഥയല്ല, ഇത് ഫാമിലി ഡ്രാമയാണ്. ആദ്യത്തേത് ത്രില്ലർ അല്ല, ആക്ച്വലി ഇതൊരു ഫാമിലി ഡ്രാമ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈയിടെ ഒരാളെ അതിൻ്റെ അടിയിൽ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ റിലീസിങ്ങിന് എഴുതിയേക്കുക 13 വർഷം മുമ്പാണ് നടന്നത്. അത് അന്നങ്ങ് സംഭവിച്ചായിരുന്നു. ഇന്നിപ്പം ജീവനത്തിന് കഴിഞ്ഞ് പരവല്ല കഴിഞ്ഞിറങ്ങായിരുന്നു, പുറത്തിറങ്ങായിരുന്നു എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ വായിച്ചു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ടേ എനിക്ക് ഈ ആശയം കിട്ടിയത് തന്നെ അങ്ങനെ ഒരു ഇത്, 2 ഫാമിലി തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസവും ഇതുപോലെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തമ്മിൽ പക്ഷേ അത് പോലീസ് കേസാവുന്നു, അതിൻ്റെ ഡിസ്കഷൻ. അന്നേരം അതിനകത്ത് എന്നോട് ആ സംഭവം പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു ഡയലോഗുണ്ട്, 2 ഫാമിലിയുടെ ഭാഗത്തും ശരിയുണ്ട് തെറ്റുമുണ്ട്, ഇതിപ്പോൾ ആരോട് നിൽക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. കാരണം ഇവർക്ക് ആ വ്യക്തിക്ക് 2 ഫാമിലി അറിയാം. അപ്പോൾ അന്ന് ഞാൻ സിനിമ വന്നിട്ടില്ല, ഞാൻ പറയുന്നത് ഐ എം ടോക്കിംഗ് അബൌട്ട് 2000. ഇങ്ങനെയൊക്കെ ഒരു കഥ വന്ന തിയേറ്ററിൽ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഓഡിയൻസ് ആരുടെ കൂടെ നിൽക്കും, ഭയങ്കര കൺഫ്യൂസ്, അവരുടെ ഒരു മനസ്സ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടിയില്ല. അങ്ങനെയുള്ള ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ദൃശ്യം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് തെറ്റിപ്പോയി. കാരണം ഒരിക്കലും ആ ഒരു ബാലൻസിങ് വന്നില്ല. നേരെ എല്ലാവരും ഇപ്പറേ ജോർജ് കുട്ടിയൻ ഫാമിലിയുടെ കൂടെയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഗീതാ പ്രഭാകറിനെ കുറ്റം പറയാൻ പറ്റുമോ? സ്വന്തം മകൻ മിസ്സിംഗ് ആയി, അതിൻ്റെ സത്യം കണ്ടെത്താനായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോവാ, സഹിക്കൂ. അപ്പോൾ അവർ കൂടുതൽ നടന്ന സത്യമാണെന്ന് അവരെങ്ങനെ വിശ്വസിക്കുന്നു? അതെ, കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് വേറൊരു ഇത് പറയുന്നുണ്ട്, ഒരു വാലിഡ് ഇതായിട്ടുണ്ട്. ആ പയ്യൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആ പയ്യൻ കൺഫസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയോട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ ഇപ്പോഴും റെഡിയല്ല. അതിന്റെ സത്യം അതാണെന്ന് അമ്മയ്ക്ക് അറിയില്ല, ഒന്നും അറിയില്ലല്ലോ അല്ലേ? അതും അറിയാം, ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണോ അറിയില്ല. അതിലേക്ക് വരാൻ അത് കണ്ടെത്താനുള്ളൊരു ശ്രമം അതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 2 പേരുടെ ഭാഗത്തും ശരിയാണ്. പിന്നെ ഒരു ആക്സിഡൻ്റൽ ഡെത്ത്, മകളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആ പയ്യൻ ഇങ്ങനെ ഒരു ചെയ്തു, ഒരു സ്വയരക്ഷയുടെ ഭാഗമായിട്ട് ഇത് ചെയ്തു. ഇവർക്ക് പോലീസിൽ പോകാനും പറ്റത്തില്ല, കാരണം അമ്മ IG ഒരു കാരണവശാലും നീതി കിട്ടത്തുമില്ല. അപ്പോൾ ഇവരതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സ്ട്രഗിളാണ്. ഇത് 2 പേരും കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ തെറ്റുമുണ്ട്. ഇതായിരുന്നു ആ സിനിമയുടെ എൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാകാനുള്ള എൻ്റെ ഫസ്റ്റ് തോട്ട് ഇതായിരുന്നു. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടിട്ട് ആളുകൾ അതിൻ്റെ താഴെ ചോദിക്കുന്നുണ്ട്, ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ലാലേട്ട കഥാപാത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അയാൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇവരല്ലേ മനസ്സിലാക്കിയത്. അയാൾ വേറെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക.
ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് ഇവർ നടത്തുന്നത്. ഇവരെയൊക്കെ അന്വേഷിച്ചിട്ട് വല്ലതും പേടിച്ചിരിക്കുക. കിട്ടിയോ? ഇയാൾ പേപ്പർ തന്നെയാണ് വായിക്കുന്നത് അതോ? പേപ്പർ വായിക്കാണെന്ന് എങ്ങനെ അറിയാം? വീണയ്ക്ക് സത്യം പറഞ്ഞാല് പറയാൻ പറ്റൂല്ലോ ഈ പറയാൻ പറ്റില്ല. കൺഫ്യൂഷൻ ഇല്ല, പറയാൻ പറ്റൂല. എന്തെങ്കിലും അന്വേഷിച്ചിട്ട് കിട്ടിയോ? കിട്ടി. ഒന്നും പറയാൻ പറ്റാത്ത ഒരു 2 സൈഡിലിരുത്തേക്കുന്നത്. എനിക്ക് ഞാനതാ രണ്ടുപേരുടെ ബുദ്ധിമുട്ട് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ഇതിൽ രസം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ട്രെയിലർ ഏറ്റവും ആദ്യം ദൃശ്യം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും നമ്മളെ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി പടം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവര് സത്യത്തിൽ ഫാമിലി പടം തന്നെയാണ്. എങ്കിലും അവർ പ്രതീക്ഷിച്ച പോലെയല്ല, അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ അതിനെ എലിവേറ്റ് ചെയ്ത് ഒരു സംഭവമായിരുന്നു. പ്രേക്ഷകരെ കൃത്യമായിട്ട് ജിത്തു ജോസഫ് പലപ്പോഴും കബളിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ഫസ്റ്റിൻ്റെ ട്രെയിലർ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് എപ്പോഴും നമ്മളുടെ ഒരു ഹൈ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഹിൻഡ് ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇതിനെയും ഇങ്ങനെ എന്താ പറയുക, കുഴപ്പമില്ല ഇതങ്ങനെയൊന്നുമില്ല, ഇതൊരു ഫാമിലിയാണെന്ന് പറയുന്നത്. പണ്ട് പൃഥ്വിരാജ് ഇതൊരു ചെറിയ സിനിമ, ഇത് ഇപ്പൊ എനിക്ക് പരിചയമുള്ള എല്ലാവരും അവർക്ക് വേറെ ഒന്നും അറിയണ്ടേ, ഇതിന്റെ ക്ലൈമാക്സ് പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം ഞാൻ അവസാനം അവരടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് ജിതിനടുത്ത് പറയായിരുന്നു. അവസാനം കുറേ പേര് ഞാൻ പറഞ്ഞു ദയവില്ല പറയണം. ഞാൻ പറഞ്ഞു ആരത്തും പറയില്ലെങ്കിൽ പറയാം. അതായത് ഇയാളെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇയാൾ പോയി അവരെയൊക്കെ പറ്റിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ലോറി വന്ന് ഇടിച്ച് ഇയാൾ മരിച്ചു വരുന്നു. അല്ല എന്താ പറയാ? ആക്ച്വലി ഈ കഥ കേട്ടിട്ട് എന്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല. അമ്മ കേട്ട് മതിയായിട്ടുണ്ട്. അവർ ലാൽസാർക്ക് തന്ന ഫോൺ ചെയ്ത് എൻ്റെ അടുത്ത് ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കാൻ. അല്ലെ സുചേച്ചി ചോദിക്കും. ഇതെനിക്ക് തോന്നുന്നു ഈ അണിയറ പ്രവർത്തകർ മുഴുവൻ ജോർജ് കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ പറ്റാതെ ആ രഹസ്യം നമ്മളോട് ഇതില് പല അണിയറ പ്രവർത്തകർക്കും ഇതിന്റെ ക്ലൈമാക്സ് അറിഞ്ഞൂടാ. അല്ല, ഇതിനകത്ത് രസം എന്താണെന്നറിയോ, നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ വലിയ ഞാൻ ചോദിക്കും, എല്ലാ ഫിലിം മേക്കേഴ്സും ഓഡിയൻസിനെ കബളിപ്പിക്കുന്നുണ്ട്. അത് സെൻസിബിളി കബളിപ്പിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് തിയേറ്ററിൽ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുമ്പോഴാണ് ഓക്കെ എന്ന് പറയുന്നത്. അപ്പം എന്ന് കരുതി അതൊരു ട്വിസ്റ്റിന് വേണ്ടി ട്വിസ്റ്റ് അങ്ങനെയല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റിനകത്തും സെക്കൻഡിനകത്തൊക്കെ കഥയുടെ ഒരു വളർച്ച, അവിടെ ചില രീതിയിലേക്ക് നമ്മൾ കഥ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ചില ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓഡിയൻസിന് പലതും തോന്നുന്നു, അങ്ങനത്തെ ഒരു ഫീല് കിട്ടുകയും ചെയ്യുന്നു. അല്ലാതെ ഇത്ര ട്വിസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊന്നും അല്ല. പ്രത്യേകിച്ച് അത് സെക്കൻഡ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിന് ഭയങ്കരമായ ശക്തി കൂടിയത്. പക്ഷേ കബളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ എങ്ങനെ സംഭവിച്ചു, എന്താ സംഭവിച്ചത്. അപ്പം പിന്നെ അവർക്ക് ഇനി എന്ത് സംഭവിക്കുന്ന അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. അത് ജിത്തു മാറ്റുമെന്നുള്ളതാണ്. അങ്ങനെ മാറ്റണ്ടേ, അപ്പോഴല്ലേ സിനിമ ഉണ്ടാവുള്ളൂ. നമ്മുടെ ദൃശ്യം 2 വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മിഥുൻ മാനുവൽ തോമസ് ആണെന്ന് തോന്നുന്നു ഇട്ടൊരു പോസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ജിത്തു സാർ ഭയങ്കര ചിരിച്ചിട്ട് നിൽക്കുന്നൊരു പോസ്റ്ററായിരുന്നു. അതിൻ്റെ താഴെ എഴുതിയിരുന്നത്, നമ്മൾ വിചാരിക്കും ക്രിമിനലുകൾക്കൊക്കെ ഭയങ്കര ക്രൗര്യമുള്ള മുഖമായിരിക്കുന്നു. അല്ല, ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യരുടെ മുഖം ദാ എങ്ങനെ ചിരിച്ചാണ് ഇരിക്കുന്നത്. ലോകത്തിലെ സീരിയൽ കില്ലേഴ്സിന്റെ മുഴുവൻ നമ്മൾ എടുത്തു നോക്ക്, അവരൊക്കെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ട് വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ആരും എല്ലാവർക്കും മുഖമുണ്ട്. അത് സ്ത്രീകളിലും ബാധകമാണ്. ലാലേട്ടാ, ഇതിൽ എത്ര ക്രിമിനൽസ് ഉണ്ട് നല്ല മുഖത്തോടെ ഇരിക്കുന്നത്. എന്തായാലും നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ദൃശ്യം 3നെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. എത്രമാത്രം പ്രതീക്ഷയോടെയായിരിക്കും ആളുകൾ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. അതൊരു വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ ദൃശ്യം 1ഉം 2ഉം കാത്തിട്ടുണ്ട്. ആ 3 അതിന് മുകളിൽ കാക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാലേട്ടൻ മലയാളത്തിൻ്റെ അഭിമാനമാണ്, അഹങ്കാരമാണ്. ആ ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസം മെയ് 21-ാം തീയതി രാവിലെ 8 മണി മുതൽ നമ്മൾ അടുത്ത യുഗം ആരംഭിക്കുകയാണ് ദൃശ്യം 3യുടെ. എല്ലാവിധ സംഭവിക്കട്ടെ അല്ലേ. താങ്ക് യു ലാലേട്ട, താങ്ക് യു.